നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഗൂഗിൾ ആപ്സിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. ഗൂഗിൾ എല്ലാ ദിവസവും ഓരോ അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന അപ്ഡേറ്റ്സുകൾ നമ്മുടെ ഫോണിൽ കിട്ടാൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി ആദ്യം തന്നെ എല്ലാ ആപ്സും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇന്ന് നമ്മൾ നോക്കുന്ന അപ്ഡേറ്റുകളിൽ ടെസ്റ്റിങ്ങിലുള്ള അപ്ഡേറ്റുകളും ഉണ്ട്. അതേപോലെ തന്നെ ഗൂഗിൾ ടെസ്റ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നോക്കുന്നത് ഗൂഗിൾ ക്രോമിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ്. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ആ 3 ഡോട്ട് ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നമുക്ക് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് കുറച്ച് നമുക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ സൈറ്റ് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും താഴെ കാണുന്ന ഓട്ടോമാറ്റിക്കലി റിമൂവ് പെർമിഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ പുതിയതായി വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഈ ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൽ നിന്ന് നമ്മൾ സമീപകാലങ്ങളിൽ പല വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ അവർ ചോദിക്കുന്ന ഓരോ പെർമിഷൻസും നമ്മൾ ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും പലപ്പോഴും. പിന്നീട് നമ്മൾ ആ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ ചില ആൾക്കാർ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പ്രവേശിക്കില്ല. പക്ഷേ നമ്മൾ നേരത്തെ എനേബിൾ ചെയ്ത ആ പെർമിഷൻസ് അവർ കളക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ നമ്മൾ ആ വെബ്സൈറ്റിലേക്ക് പോയില്ലെങ്കിൽ കൂടെ തന്നെ അവർ നമ്മളുടെ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ നോക്കിയാൽ അത് നമ്മൾ കൊടുത്ത ആ പെർമിഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു മസ്റ്റായിട്ടും എനേബിൾ ചെയ്ത് വയ്ക്കുക. ഗൂഗിൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ പെർമിഷൻസ് റിമൂവ് ചെയ്ത് കളയും. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഗൂഗിൾ ക്രോമിലുള്ള ന്യൂ ടാബ് പേജസ് ആണ്. അതിനായി നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ആ 3 ഡോട്ട് ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും സെറ്റിങ്സിലേക്ക് പോകാം. അതിനുശേഷം നമുക്കിവിടെ കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഹോം പേജ് സെക്ഷന് താഴെ നമുക്ക് ന്യൂ ടാബ് പേജ് കാർഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ രണ്ടും നമ്മൾ എന്തായാലും എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നമ്മൾ ഏതെങ്കിലും പാസ്വേഡുകളൊക്കെ മറന്നു പോകാതിരിക്കാൻ പാസ്വേഡുകൾ നമ്മൾ അവിടെ കൊടുക്കാറുണ്ട്. ഓരോ വെബ്സൈറ്റിലേക്ക് പോയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ പാസ്വേഡ് മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പാസ്വേഡ് സേവ് ചെയ്ത് വയ്ക്കും. അതേപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ പെർമിഷൻസുകളും ഉപയോഗിച്ച് നമ്മുടെ ഫോണിലെ ഡാറ്റാസ് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ഗൂഗിൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് ഗൂഗിൾ നോട്ടിഫിക്കേഷനായിട്ട് അയച്ചു തരും. അപ്പോൾ ഇതെല്ലാം ഒരു മസ്റ്റായിട്ടും രണ്ടും എനേബിൾ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തായി നമ്മൾ നോക്കുന്നത് ഗൂഗിൾ വൈഡ്ജറ്റ്സിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ്. അതിൽ നമ്മൾ നോക്കുന്നത് സോങ് വൈഡ്ജറ്റ്സിനെ കുറിച്ചാണ്. ഗൂഗിളിൻ്റെ സോങ് വൈഡ്ജറ്റ്സ് ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോങ്ങുകൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പാടുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹമ്മി കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സോങ് നമ്മുടെ മുൻപിലേക്ക് വരും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ പാടുകയോ ജസ്റ്റ് ഹമ്മിങ്ങോ ചെയ്ത് കഴിഞ്ഞാൽ ആ സോങ് നമ്മളുടെ ഏതാണോ അത് നമ്മളുടെ മുൻപിലേക്ക് വരും. അത് എങ്ങനെയാണ് നമുക്ക് എനേബിൾ ചെയ്യുക എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് നമ്മളുടെ ഹോം സ്ക്രീൻ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ വൈഡ്ജറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ടാപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ കുറച്ച് താഴോട്ടേക്ക് ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഗൂഗിൾ എന്നുള്ള ആപ്ലിക്കേഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ കുറച്ചിങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് മാറുമ്പോൾ നമുക്കിവിടെ സോങ് സെർച്ച് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ആഡ് വൈഡ്ജറ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിൽ കാണാം സോങ് സെർച്ച് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ പുതിയതായി വന്നിട്ടുണ്ട്, വൈഡ്ജറ്റ്സ്. അടുത്തായി ഞാനിവിടെ ആ സോങ് സെർച്ചിൻ്റെ വൈഡ്ജറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണ് സോങ് വേണ്ടത് അത് ജസ്റ്റ് ഇവിടെ നമ്മൾ പാടുകയോ അതേപോലെ തന്നെ അതിൻ്റെ ഹമ്മിങ് കൊടുക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ആ സോങ് ഉടൻ തന്നെ നമുക്കൊരു ഗൂഗിൾ സെർച്ചിലേക്കും പോകാതെ ടൈപ്പ് ചെയ്യാതെ ഇവിടെ പാട്ട് കേൾക്കാവുന്നതാണ്. അടുത്തായി നമ്മൾ നോക്കുന്നത് ഗൂഗിൾ ഫയൽസിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ 2 അപ്ഡേറ്റിനെ കുറിച്ചാണ്. അതിനുവേണ്ടി നമുക്കിവിടെ ഏറ്റവും താഴെ കാണാം ഓൾ സ്റ്റോറേജ് എന്നുള്ളൊരു ഭാഗം കാണാം. അതിനുശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു സ്കാനിൻ്റെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ഫോട്ടോയാണോ നമുക്ക് സ്കാൻ ചെയ്യേണ്ടത്, ഒരു അത്യാവശ്യമായിട്ട് നമുക്കൊരു സ്കാൻ ചെയ്ത് ഒരു ഫോട്ടോ അയച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഉപകാരപ്പെടും. ജസ്റ്റ് ഞാനിവിടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ആഡ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ താഴെ കാണാം ക്രോപ്പ് ആൻഡ് റൊട്ടേറ്റ്, ഫിൽറ്റർ വന്നിട്ടുണ്ട്, ക്ലീനിങ്, റീടേക്ക് എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതിലേതാണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ലാത്തവർക്ക് ഇവിടെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ
ഫോട്ടോ അടിപൊളിയായിട്ട് സ്കാനിങ് ചെയ്ത് കൂടെ കാണാനായിട്ട് സാധിക്കും. നല്ല അടിപൊളിയായിട്ട് സ്കാൻ ചെയ്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ആരുടെയും സഹായമില്ലാതെ നമ്മുടെ ഫോണിൽ തന്നെ സ്കാൻ ചെയ്ത് ഇമേജുകൾ അയക്കാൻ പറയുമ്പോൾ സ്കാൻ ചെയ്ത് ഫോട്ടോ അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായി നമുക്ക് റിസീവ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ടെമ്പററി ആയിട്ട് നമ്മുടെ അടുത്തുള്ള നിയർ ബൈ ആയിട്ടുള്ള അടുത്തുള്ള ആളുകൾക്ക് നമ്മളുടെ ഫയൽസൊക്കെ പെട്ടെന്ന് അയച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതുവഴി അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ സെറ്റിങ്സ് എന്ന ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഹൂ ക്യാൻ ഷെയർ വിത്ത് യു എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ഡിവൈസസ്, കോണ്ടാക്ട്സ്, അതുപോലെ തന്നെ എവരി വൺ, നിയർ ബൈ എന്നുള്ള 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇതുവഴി നമ്മളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് ക്വിക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് നോക്കിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.